2025 ഫെഡറൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് ഏറിയിരിക്കുന്നത്. അതുവഴി കാനഡയിലെ എമിഗ്രേഷൻ്റെ പോളിസികളൊക്കെ അപ്പാടെ മാറിക്കൊണ്ട് പുതിയൊരു രൂപത്തിലാണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പലരും പേടിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഇനി എമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമോ, അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റാണോ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നതെന്നായിരുന്നു. എന്നാൽ അതിനൊരു ആശ്വാസമായിട്ട് ലിബറൽ നയങ്ങളുമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുവഴി എമിഗ്രേഷൻ അവർ പ്രോത്സാഹിപ്പിക്കും എന്ന് തന്നെയാണ് ആ ഗവൺമെൻറ് പറയുന്നത്. അത് എങ്ങനെ എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ മാർക്ക് കാർണിയുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഈ 2025 PR കിട്ടുന്നവരുടെ എണ്ണം 3,95,000 പേർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ്. 2026 ആകുമ്പോൾ അത് 3,80,000, 2027 ആകുമ്പോൾ അത് 3,65,000 പേർക്ക് മാത്രമേ PR കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് ലിബറൽ ഗവൺമെൻറ് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് 2027 ആകുമ്പോഴത്തേക്ക് ടോട്ടൽ കാനഡയുള്ള പോപ്പുലേഷൻ്റെ ഒരു 5% ആൾക്കാർ മാത്രമേ ഒരു PR സ്റ്റാറ്റസ് പോലും ഇല്ലാത്തതായിട്ട് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ PGWPയിലോ ഉള്ളവരുടെ എണ്ണം ടോട്ടൽ കാനഡ പോപ്പുലേഷൻ്റെ വെറും 5% മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒന്നുകിൽ കാനഡ ഗവൺമെൻറ് PR കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് അവരെ തിരിച്ചു വിടുകയാണ് ചെയ്യുക. മൂന്നാമതായിട്ട് ലിബറൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഡിസിഷൻ എന്ന് പറയുന്നത് 2029 ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 12% ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർ ക്യൂബക്കിന് പുറത്ത് കാനഡയ്ക്കുള്ളിലായിട്ടുണ്ടാവും എന്നാണ്. അതായത് ഇമിഗ്രേഷൻ വഴിയൊക്കെ ഇപ്പോൾ നമുക്കറിയാം ഫ്രാങ്കോഫോണിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള കാനഡയിലുള്ളവർക്ക് ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും ഇനി കൂടുതൽ പ്രിഫറൻസ് അവർ കൊടുക്കുകയും അതുവഴി അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം PR കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 2029 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഔട്ട്സൈഡ് ക്യൂബക്കായിട്ടുള്ളവർ തന്നെ ഏകദേശം ഒരു 12% ആൾക്കാരുണ്ടാവും എന്നാണ്. അടുത്തതായിട്ട് ലിബറൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ സിസ്റ്റം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലൈസ് ചെയ്യും. ഇതിന് പുറമെ ഇപ്പം തന്നെ നമുക്കറിയാം ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് ഇപ്പം പെൻഡിങ് ആയിട്ടും ഡിസിഷൻ വെയിറ്റ് ചെയ്തൊക്കെ ഇപ്പോൾ ഉണ്ടെന്നുള്ളത്. ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ്റെ ഒക്കെ സ്പീഡപ്പ് ചെയ്യുകയും അതുവഴി ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആവുകയും മാത്രമല്ല ഇനി ഒരു പുതിയ രീതിയിലുള്ള ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസിഷനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അവസാനത്തെ ലിബറൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ബോർഡർ സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ബോർഡർ സ്ട്രിക്റ്റ് ആക്കുക എന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാനഡയിലേക്ക് പുതിയതായിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വിസ റിക്വയർമെൻറ്റ്സും എല്ലാം വളരെ സ്ട്രിക്റ്റ് ആക്കുകയും നല്ലൊരു സ്ക്രീനിങ്ങോട് ശേഷം മാത്രമേ ഒരാൾക്ക് കാനഡയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ പുതിയൊരു ലിബറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ PR സാധ്യതകൾ ഒന്നും തന്നെ മങ്ങിയിട്ടില്ല. പക്ഷേ പല പ്രതികൂല സാഹചര്യങ്ങളും മറികടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാവർക്കും PRലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ. 2025 ഈ CRS സ്കോറിലുള്ള കുറച്ച് പേർക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയും എന്നാൽ കുറച്ച് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്.